ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ഞാൻ ഇടുന്ന ഡ്രസ്സ് ഇതാണ്, പക്ഷെ ഞാൻ ഡ്രസ്സ് പിന്നീട് മാറ്റിപ്പാൻ. പിന്നെ എനിക്ക് ജയാർസിയുടെ യൂണിഫോം ആഗസ്റ്റ് 15-ാം തീയതി ഇട്ടിട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടി അത് വാങ്ങാനാണ് മെയിനായിട്ട് പോണത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങി പിന്നെ ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോകാൻ കരുതി. അന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ എൻ്റെ അനിയത്തിനെ കൊണ്ടാകത്തുണ്ട്. അവൾക്ക് നല്ല വിഷമമായി. പിന്നെ അതിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അവളെ കൊട്ടിട്ട് പോകാൻ കരുതി. അങ്ങനെ ഞാൻ വെറുതെ അത് പിടിച്ചിട്ട് പോവാണ് കേട്ടോ. പക്ഷെ ഒന്നും വാങ്ങാനായിട്ട് കിട്ടുന്നില്ല. അപ്പോഴാണ് ഞാൻ മിനി ബുക്സ് കണ്ടത്. അപ്പോൾ ഞാനും എൻ്റെ താത്തിമ്പാടെ നോക്കി. പിന്നെ ഈ ഒരു ബുക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് അവർക്ക് ഇടുന്ന പോയൊക്കെ കാണിച്ചു. പക്ഷെ ഞാൻ വാങ്ങിയില്ല. കാരണം പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ടോ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങണതിനെക്കാട്ടും നല്ലതാണ് വേറെ സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിയില്ല കേട്ടോ. ഈ ബുക്ക് കണ്ടത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതും ഞാൻ ഇടുന്ന പോലെ കാണിച്ച് അതും ഞാൻ ഇട്ടു കേട്ടോ. ഇതൊക്കെ ഞാൻ കാണിച്ചു. ശരിക്കും ആ സീക്വൻസിൻ്റെ ഞാൻ വാങ്ങാൻ വേണ്ടി നിന്നാണ്. കാരണം അതിന് 30 രൂപയാണ്. പക്ഷേ എൻ്റെ ഉമ്മ പറഞ്ഞു കൂടുതൽ ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ വാങ്ങുന്നത് ചോദിച്ചാൽ. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു. അപ്പോൾ ഉള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന എന്തിനാ. അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ തന്നെ വെച്ചു. പക്ഷെ അതൊക്കെ എടുത്ത് ഞാൻ നോക്കിട്ടോ. ഈ ചെറിയ ബുക്കിന് 80 രൂപയാണ്, 60 രൂപയാണ്. എൻ്റെ കണ്ണ് തള്ളി. പിന്നെ ഈ സ്നിക്കിനോണ്ട് 25 ഇത് ഞാൻ മുമ്പ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിനാണ് 50 രൂപ കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഞാൻ നോക്കി. പിന്നെ അവിടെ കുറേ കളേഴ്സ് പെൻസിലിൻ്റെ സെറ്റ്, അതുപോലെ അങ്ങനെ ഓരോ സെറ്റിംഗ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെയിൻറ് എനിക്ക് വൈറ്റ് പെയിൻറ്റും ബ്ലാക്ക് പെയിൻറ്റും കോട്ടിങ് എടുക്കാനൊക്കെ വേണമായിരുന്നു. അപ്പോൾ ആ 2 പെയിൻറ് ഞാൻ വാങ്ങിയായിരുന്നു. പക്ഷെ അത് ഞാൻ പൊട്ടും കരുതിയിട്ട് ഞാൻ അതിൽ കിട്ടിയിട്ടോ. അതിൻ്റെ ഓട്ടകൾ കാരണം കൊണ്ട് ഓട്ടയിൽ പൊങ്ങിയിട്ട് ഞാൻ കൈ പിടിക്കുകയാണ് ചെയ്തത്. പിന്നെ ഫെറോ റോഷറൊക്കെ അങ്ങനെ നോക്കി വാങ്ങിയില്ല. BTSൻ്റെ ബിസ്ക്കറ്റൊക്കെ കണ്ടു പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളങ്ങനെ പോയി. പിന്നെ ഞാൻ യോഗോട്ട് എപ്പോൾ ഞങ്ങൾ വന്നാലും മസ്റ്റായിട്ട് എടുക്കും. ഞാൻ എപ്പോഴൊക്കെ പായസത്തിൻ്റെ ഫ്ലേവറാണ്. പക്ഷെ ഇന്ന് എൻ്റെ അനിയത്തി ജ്യൂസ് വാങ്ങുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും അതിനെ വാങ്ങാറുണ്ട്. ഈ ഒരു കൂൾ സിപ്പ് എന്ന് പറഞ്ഞ ജ്യൂസാണ് വാങ്ങിയത്. നല്ല അടിപൊളി ചോക്ലേറ്റ് ഫ്ലേവറാണ്. പിന്നെ കുറേ ലോക്കറ്റ്സ് കണ്ടു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് കാണിച്ചത്. ഇപ്പം വെക്കണത് 3 ലൈസ് വാങ്ങി. പിന്നെ 3 ഇങ്ങനെ പൊക്കോൺ വാങ്ങി. പിന്നെ ടൊമാറ്റോ സോസ്, അതുപോലെ ഈ ജ്യൂസ് 2 അതുപോലെ സോയാബീൻ സോസ്, പിന്നെ കൊക്കോ പൗഡറിൻ്റെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെന്താ വാങ്ങിയത്, പിന്നെ ഒരു ലൈറ്റർ വാങ്ങി. അങ്ങനെ കുറച്ച് മിഠായികൾ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിയില്ല. പിന്നെ നെയ്യ്, ഇവിടെ വെച്ച സാധനങ്ങളൊക്കെ എൻ്റെ ഉമ്മാൻ്റെ സാധനങ്ങളാണ്, അടുക്കളയ്ക്ക് വേണ്ടതൊക്കെ. പിന്നെ പബ്ലിക്ക് മാത്രമേ എൻ്റെ ഉമ്മക്ക് തിന്നാനുള്ളതായിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ എൻ്റെ സാധനങ്ങളാണ്. ഞാൻ വളരെ കുറച്ച് സാധനങ്ങളെ എടുത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ എൻ്റെ അനിയത്തിയുടെ സാധനങ്ങളാണ്. ഓള് നല്ല വില കൂടി എടുത്തുകൊണ്ടാണ് ഇത്ര സാധനങ്ങൾ. പിന്നെ ഇതൊക്കെ എൻ്റെ താത്താൻ്റെയാണ്. അങ്ങനെ ഞാൻ വൈറ്റ് പെയിൻറ്റ് വാങ്ങിയത് കാണിക്കാൻ മറന്നു. അത് ഞാൻ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത്. ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. പിന്നെ കുറേ പേര് പറയുന്നു എൻ്റെ പുതിയ വീഡിയോ ഇടാത്തതെന്ന്. അതുകൊണ്ടാണ് പിന്നെ ഈ വീഡിയോ ഇട്ടത് കേട്ടോ. പിന്നെ ഇതാണ് പിന്നെ ഷൂസ് വാങ്ങിച്ചത് കേട്ടോ.